ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നെയ്ച്ചോറും ചിക്കൻ കുറുമയും ചിക്കൻ പൊരിച്ചതിൻ്റെയും ഒക്കെ റെസിപ്പിയാണുള്ളത്. വളരെ സിമ്പിളായിട്ട് നല്ല രുചികരമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നെയ്ച്ചോറ് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുഴഞ്ഞൊന്നും പോവാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പെർഫെക്റ്റായിട്ട് തന്നെ കുക്കറിൽ നെയ്ച്ചോറ് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 2.5 ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ആദ്യം കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കോല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു സവാളയും ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ നെയ്യിലും വെളിച്ചെണ്ണയിലും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴറ്റി പോകുമൊന്നും വേണ്ട. അതിൻ്റെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിങ്ങോട്ട് വാട്ടിയെടുത്താൽ മതി. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അപ്പോൾ അതിന് ഇതാ ഞാൻ കഴുകിയിട്ട് ഞാൻ 3 കപ്പ് അരി കൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം തന്നെ കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിരുന്ന് ഇതേപോലുള്ളൊരു അരിപ്പയിലിട്ടോ വെള്ളം ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നിട്ടാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചാലും എങ്ങനെ വെച്ചാലും നെയ്ച്ചോറോ ബിരിയാണീൻ്റെ അരിയോ ഒന്നും നമുക്ക് ഒട്ടി പിടിക്കില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ റേഷൻ കടത്തെ പച്ചരി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഒട്ടുന്നതാണല്ലോ. ഇതേപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല നെയ്ച്ചോറായിട്ട് തന്നെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ അതാ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നെയ്ച്ചോർക്ക് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒറ്റ വീസിലേ വരുത്തിക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ചെറുനാരങ്ങൻ്റെ പകുതിയോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതേപോലെ വെച്ചാൽ തന്നെ തീരെ ഒട്ടിപ്പിടിക്കൂല കേട്ടോ. എന്നിട്ടിതാ ഞാൻ കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒറ്റ വിസിൽ വരുത്തിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ തന്നെ ഞാനിവിടെ ചിക്കൻ പൊരിക്കാനുള്ളതൊക്കെ ഒന്ന് കായം തേച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല എന്തൊക്കെ ഇട്ടിട്ടുള്ളത് എന്നൊന്നും. പിന്നെ അത് തൈരിലാണ് കുഴച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തൈരിൽ കുഴച്ചെടുത്തിട്ട് ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഏലക്കായും കറാമ്പൂവും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ഏലക്കായ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം പട്ടയും 3-4 കറാമ്പൂവും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറുമയ്ക്ക് മുളക് പൊടി ചേർക്കൂല. നമ്മൾ ഈ പച്ചമുളകിൻ്റെ എരിവും കുരുമുളക് പൊടിൻ്റെ എരിവുമാണ് കുറുമയിൽ ഉണ്ടാവൽ കേട്ടോ. ഇതേപോലെ കുറുമ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ നല്ലോണം 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കുക വെച്ചാൽ നമുക്ക് ആ പച്ചമുളകൊക്കെ ഒന്ന് വാടി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങി കിട്ടണം. പിന്നെ അതാ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ കുറുമ ഉണ്ടല്ലോ ഒരു 15 ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഈ കറി. പിന്നെ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള ഇതിൽ കാണാതെ പോയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ 1 ടീസ്പൂണോളം കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നമ്മൾ ഗരം മസാലൻ്റെ ഓൾ സ്പൈസസ് ആണല്ലോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് എണ്ണയിൽ മൂത്തിട്ടുള്ള മണം മല്ലിപ്പൊടിയും കുരുമുളകും പൊടിയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരും. അതിൻ്റെ ഒരു നല്ലൊരു മണം കേട്ടോ. പിന്നെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള
ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആക്കിയെടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ചിക്കൻ വേവിക്കാൻ ചിക്കൻ തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ബിഗിനേഴ്സായ കുട്ടികൾക്കൊക്കെ നമ്മൾക്കിത് ഒട്ടി പിടിക്കുമോ അങ്ങനെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. തീയൊക്കെ കൂടി പോയാലോ അങ്ങനെയൊക്കെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മളെ ചിക്കൻ തന്നെ വെള്ളം നല്ലോണം ഊറി വരും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റോളം നല്ലോണം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിന് ബ്രോയിലർ ചിക്കൻ അല്ലേ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതാ ഞാൻ അപ്പുറത്ത് അടുപ്പത്തപ്പോൾ അതിന് പപ്പടം പൊരിച്ചെടുക്കാനും ചിക്കൻ പൊരിച്ചെടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് ആയിട്ടുണ്ട്. ഒരു വിസിലടിച്ച് വെച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഫ്ലെയിം അതിൻ്റെ വിസിൽ നമ്മൾ കളയരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് കളയരുത്. അത് താനേ പോയിട്ട് അങ്ങനെ ആ വേവ് അതിലിരുന്ന് തന്നെ വേവണം. പിന്നെ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചിക്കന് പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല കോട്ടിങ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ 65 ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമല്ലോ, അതേ ഒരു ടേസ്റ്റിലൊക്കെ കഴിക്കാറ് ചിക്കൻ കിട്ടൽ. ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇത് എന്താ പറയുക കോരി എടുക്കാനാകുമ്പോഴത്തേന് 1-2 തണ്ട് കരിവേപ്പിൻ്റെലും കൂടി ഊരി ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കഴിക്കാറ്. നമ്മൾ ആ കരിവേപ്പിൻ്റെലിൻ്റെ ടേസ്റ്റ് ആ ചിക്കൻക്കോ ആ എണ്ണയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കഴിക്കാറും കിട്ടൽ കേട്ടോ. ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെല നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കരിവേപ്പിൻ്റെല പിന്നെ കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ ഇതൊക്കെ പൊരിച്ച് വന്നപ്പോഴത്തേന് ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ തന്നെ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്ന് കിട്ടുക. ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിക്കൊക്കെ ഇത്രയും ഈ ഒരു പാകത്തിലാക്കിക്കാണ്ട് എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നമ്മളിപ്പോൾ കുറുമയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ടൈമിൽ കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ കുറുമയ്ക്കുള്ള നമ്മൾ തേങ്ങ അരപ്പ് ആണ് കേട്ടോ. ഒരു തേങ്ങൻ്റെ പകുതിയര മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഒരു 5-10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ നമ്മളെ ചിക്കനിക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കൂല കേട്ടോ. നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുക്കൽ. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. പിന്നെ തൈരിൻ്റെ തരിതരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലോണം ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് ആ ചിക്കനൊപ്പം ചേരുന്ന വരെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം അതാ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചെടുക്കട്ടെ. നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ മിക്സിയിൽ തേങ്ങയുടെ കൂടെ ഇട്ട് അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ലോണം പേസ്റ്റായിട്ട് അരച്ച് കിട്ടും. ഈ അരപ്പിനും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പും കസ്കസൊക്കെ ഇട്ട് അരക്കുമ്പോൾ നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും ഗ്രേവിക്ക് നല്ല റിച്ച് ഗ്രേവി തന്നെ കഴിക്കാറ് കേട്ടോ. ഇത് പൊറോട്ടയ്ക്ക്, നെയ്ച്ചോറുക്ക്, വെള്ളപ്പത്തക്ക്, ചപ്പാത്തിക്ക് ഒക്കത്തിനും നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ഈ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറുമ കറി വെക്കുന്നത് നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും നമ്മൾ ഇടൂല. തനതായിട്ട് ഇതിനൊരു കളറുണ്ട് നമ്മൾ കുറുമക്ക്. ആ ഒരു കളറാണ് കേട്ടോ ഇതിലേ വരൽ. അപ്പോൾ ഇത് നല്ലോണം ഇട്ട് തിളപ്പിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ തൈരും ചേർത്തതാണ്, പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലോണം ഒന്ന് തുള്ളിച്ചെടുക്കണുള്ളൂ കേട്ടോ. വെട്ടി തിളപ്പിക്കാന്നല്ല, അങ്ങനെ തിളപ്പിച്ചെടുക്കുന്നില്ല. ഒരു കുറേ നേരം തിളപ്പിച്ചെടുക്കുന്നില്ല, ഒന്ന് തുള്ളി കിട്ടിയാൽ മതി. നമ്മൾ എന്താ പറയുക, സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ തുള്ളിച്ചെല്ലാം എടുക്കുള്ളൂ, അതേമാതിരി തുള്ളിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ കുറുമ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും. അപ്പോൾ ഇതേമാതിരി ഒന്ന് കുറുമ എന്തായാലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാനിതാ കുറുമൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് തൂമിച്ചും കൂടി കൊടുക്കണം കേട്ടോ. തൂമിക്കുക, നമ്മളവിടെ തൂമിക്കുക എന്ന് പറയും, താളിക്കുക എന്നൊക്കെ പറയും. കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് ചുവന്ന ഉള്ളി ഇട്ടിട്ട് കരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് ഇത് നെയ്യിൽ തൂമിച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. കുറുമ നമുക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ തൂമിക്കാം. അപ്പോൾ എനിക്ക് നെയ്യിൽ തൂമിക്കുന്നതോട് വലിയ ഇഷ്ടമില്ല.
അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ തന്നെ തൂമിച്ചെടുത്തത് കേട്ടോ. ഇനി അതും കൂടി ഈ കുറുമയ്ക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറുമ നമ്മൾ താളിക്കാതെ ഉപയോഗിക്കട്ടെ. ചിലവരൊക്കെ നമ്മൾ ആദ്യം തന്നെ വഴറ്റി വെച്ചതല്ലേ വെച്ചിട്ട് ചിലരൊന്നും ഇങ്ങനെ തൂമിച്ച് കൊടുക്കില്ല. അപ്പോൾ തൂമിച്ച് കൊടുക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തൂമിച്ചും കൂടി കൊടുത്തിട്ട് കുറുമ ഉപയോഗിച്ച് നോക്കിയിട്ട് അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. ആ ചുവന്നുള്ളി ഒക്കെ എന്താ പറയുക വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന് മൂത്ത് വന്നിട്ടുള്ളതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് നമുക്ക് മല്ലിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഈ ചിക്കൻ്റെ മസാലയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കുക്കർ തുറക്കുന്നത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എക്സ്ട്രാ. എന്നാലും ഈ നെയ്ച്ചോറ് നമ്മൾ നല്ല ടേസ്റ്റാണ്. ഈ നെയ്ച്ചോറ് മാത്രം തന്നെ നമ്മൾ കറിയൊന്നും കൂട്ടാതെ നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു വറ്റിനോട് പോലും ഒട്ടിയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ആ വിസിൽ ആ കുക്കറിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ ഇതൊക്കെ അവിയൊക്കെ പോയിട്ട് തുറന്നാൽ മതി. അപ്പോൾ നല്ലോണം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ അതാ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കും ഷെയറും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യുക.